पूरा तो बता के चाहते यार इट्स बहुत सस्पेंस है नेक्स्ट लेवल എന്നിട്ട് ഇല്ല പിന്നൊന്നും പറഞ്ഞില്ല പോയി കിടന്നു अरे अरे यार പറഞ്ഞ इसे സ്റ്റോറിയിൽ क्यों മോഹൻ പോത്തൻ തന്നെയാണ് ഇവിടെ വന്നതെന്ന് ഉറപ്പിക്കാലോ അല്ലേ 150%. സ്വന്തം വണ്ടി ഉണ്ടായിരുന്നില്ലേ കുരിയച്ചന്? കാറ് 2 ഉണ്ട്. അത് തിരുവല്ലയിലും ये പെരുമ്പാവൂരും भी വെച്ചേക്കാം. बता रहा है കെണ്ടലും सब പട്ടിക്കച്ചവടമൊക്കെ मिले പിന്നെ हुए അവിടെ हैं ആണല്ലോ. ഇങ്ങോട്ട് यार, കൊണ്ടുവന്നാലും this is not കുര്യച്ചന്റെ fair. വീടിരിക്കുന്നിടത്തോട്ട് ജീപ്പേ കയറത്തുള്ളൂ. ലോക്കൽ ഓട്ടത്തിന് എന്നെ അധികം വിളിക്കാറുള്ളത്. കുരിയച്ചന്റെ ഫ്രണ്ട് മോഹൻ പോത്തനെ അപ്പുട്ടിക്ക് അറിയാലോ അല്ലേ? അറിയാവുന്ന ചോദിച്ചാൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അതെന്താ ഡിഫറൻസ്? ഒരാളെ നമുക്ക് പരിചയപ്പെടാം എന്ന് വെച്ച് അയാളെ ശരിക്കും നമുക്ക് അറിയണമെന്നില്ലല്ലോ. ഓരോരുത്തർക്ക് ഓരോ നേരത്ത് ഓരോന്ന് തോന്നും. അതുകൊണ്ടുള്ള കാലക്കേടുകളാണ്. ഐഡിയ കിറക്കനാ പിടിക്കാൻ കണ്ടു കിട്ടാത്ത ബ്രീഡിന്റെ ജാരസന്ധ ഒപ്പിച്ചെടുക്കും. കാര്യം നടക്കാൻ ഓരോയിടത്തും ഓരോ മെത്തേഡ്സ് ഉണ്ട് ഇവർക്ക്. മദ്രാസ് നേവൽ वो breed बहुत है ना ये फेमस है അതിനെല്ലാം famous ഇവരിങ്ങനെ नहीं। എവിടുന്നൊക്കെ ബ്രീഡ് ചെയ്യിച്ചു കൊണ്ടുവന്നതാ. ഞാനാണല്ലോ അന്ന് അങ്ങേരെ कुछ तो കൊണ്ടുവന്നാക്കി स्पेशलिटी है उस ഒരു ब्रीड പുത്രൻ. में 3 കഴിഞ്ഞ് 4 ആഴ്ചയായിട്ടും ആളെ അടിവാരത്ത് കാണാഞ്ഞപ്പോഴാ തിരക്കി ചെന്നത്. लेकिन वो गायब हो गया कोरियचन को ढूंढने ये मर भी गया उसका लाया हुआ डॉगी उसको छोड़ के मरने ये दिया पोतन क्या कर रहा है फिर मैं बोल रही हूँ ना सब ब्रीड के पीछे पड़े हुए हैं वो breed 2-ാം का ദിവസം कुछ तो है വൈകിട്ട് ना। ക്ലിഫിന് തകർന്ന ശവം കിട്ടി. 13 അടി താഴ്ചയിൽ. है वेरी डाइड വീഴ്ചക്കിടയിൽ തലയിടിച്ച് മരണമാണ്. ബോഡിക്ക് 3 ആഴ്ചത്തെ പഴക്കം. അപ്പൊ അയാളുടെ ഡോഗ് നായയുടെ കിടത്തിന് 1 ആഴ്ചത്തെ പഴക്കം ഉണ്ടായിരുന്നു. പുറമേ നമുക്ക് വെച്ച ലക്ഷണമൊന്നുമില്ല. സ്റ്റാർവേഷനാ മരണം. ये कोरिया नहीं मार है കാണുമല്ലോ. कोरियचन ने ये മരത്തി കെട്ടിയതുകൊണ്ട് വേറെ എങ്ങും പോവാനും കഴിഞ്ഞില്ല. പാവം. താൻ അറിയോ ഇതൊക്കെ? ഞാൻ അവിടെ വരുന്നതിന് മുന്നേ അപ്പൂട്ടിയുടെ പറഞ്ഞിട്ടറിയാം. ചേട്ടത്തി ഒന്നും പറഞ്ഞിട്ടില്ലേ? കുരിയച്ചന് ഇതിൽ റോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വർത്തമാനത്തിൽ അവർ തമ്മിൽ വലിയ ശത്രുതയൊന്നും തോന്നിയിട്ടില്ല. മലയാത്തിക്കാരിയോ? പോത്ത സാറിന് ഇന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും കുറേ ദൂരം പോകണം നാത്തിച്ചേർത്തയുടെ വീട്ടിലോട്ട്. അവരങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് പോകാറില്ല. അവർക്കെന്തോ മലേഷ്യൻ കൂടോത്രം വശമുണ്ടെന്നല്ലേ നാട്ടിൽ പറച്ചില്. അപ്പൊ നേരിട്ട് പോകണമെന്നില്ലല്ലോ. അതിപ്പോ ഓരോ കാര്യം വിശദീകരിക്കാൻ പറ്റാണ്ട് വരുമ്പോ നാട്ടുകാർ രണ്ടു തന്നൊരു സൂത്രം ഈ കൂടോത്രമൊക്കെ. അല്ലാതെ ഈ കാലത്ത് എന്ത് കൂടോത്രം? Oh my അതെന്താ god വിശദീകരിക്കാൻ एक ബുദ്ധിമുട്ട്? क्वेश्चन का हल मिल रहा है तो दूसरा खड़ा हो रहा है വൃത്തിയുള്ള കാര്യം. പരിചയമില്ലാത്ത ആരെങ്കിലും അങ്ങോട്ട് കുന്നു കയറി പോകാന്ന് വെച്ചു. ഓരോ നോറടി ചെല്ലുമ്പോഴും പെട്ടെന്നൊരു നായ കാട്ടിൽ നിന്ന് വന്ന് വട്ടം നിൽക്കും. ഒട്ടാകുന്നവ ചിലപ്പോൾ കുറച്ച് പേടിപ്പിക്കും. പേടിച്ചൊരാണെങ്കിൽ സ്പോട്ടിൽ റിവേഴ്സ് ഇടും. അല്ലാതെ മുന്നോട്ട് പോയാൽ തീരുമെന്ന് ഉറപ്പുള്ളവർക്ക് പോകാം. പക്ഷെ അടുത്ത നൂറടിക്ക് പിന്നെ ഇപ്പോൾ ഉണ്ടാവും വേറൊരു പെട്ടു. ഇങ്ങനെ കുറെ ചെക്ക് വേണം കുരിയച്ചന്റെ വീടെത്താൻ. तो कोरियाचन ने वैसे ही किया जैसे वो अति ने किया था उसके किसकी औरत की प्रोटेक्शन कर ഈ പറയണ പോലെ തന്നെയാണോ? तो सिर्फ संदीप और उसको ही उसके लिए काम नहीं करना चाहिए उसे ഒരു സോപ്പ് തീപ്പട്ടി. എന്നാടാ നാട്ടിലോട്ടൊന്നും പോവാറില്ലേ? क्या हो गया डिप्रेशन में हो गया क्या ये भी नहीं सैड हो गया थोड़ा सा वही इसको बोलना नहीं चाहिए एंजल क्या प्रॉब्लम है इसे भी एंजल को ഇങ്ങനെ അരിയും മണ്ണെണ്ണയും വാങ്ങി ബാല്യക്കാരനായിട്ട് നടന്നോ? ആടൊന്നും വീടൊന്നും ഒരു വിചാരേ വേണ്ട. ഹേയ്, പുല്ല്. സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? കോന്നി. കോന്നത്താഴം. ആ അത് തന്നെ. कोनी- ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലോഡ് എടുക്കാൻ പത്തനംതിട്ട പോയത് കോന്നിത്താഴത്തിനടുത്തൊരു കൂപ്പില്. അപ്പളാ ഓർത്ത് നിന്റെ സ്ഥലം കോന്നിത്താഴാണല്ലോ എന്ന്. പറ്റിയ വീട്ടുകാരെ ചെന്ന് കണ്ട് മകന്റെ വിശേഷം പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ഒന്ന് അന്വേഷിച്ച്. അന്വേഷിച്ചെന്ന് വെച്ചാ 2 ദിവസം മുറി എടുത്തിരുന്ന് അന്വേഷിച്ചു. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കാട്ടിയിട്ട് അവിടെ ആർക്കും പിയോസ് പേരുള്ള ഒരു തിനി അറിഞ്ഞൂടാ.
എന്താ എന്റെ इसके ഉദ്ദേശം? पीछे क्यों पड़े हैं? എന്തുദ്ദേശം? ഇവിടെ അങ്ങനെ ചുറ്റിത്തിരിയുന്നതിന്റെ ഉദ്ദേശം നിങ്ങളെ ചുറ്റിത്തരണ ഉദ്ദേശിച്ച് ഞാൻ ചോദിച്ചില്ലല്ലോ. ഈ ചോദിക്കാണ്ടാണ് ഞങ്ങൾ പറഞ്ഞതല്ലേ. ആണല്ലോ, എങ്കിൽ ആളെ വിട്. സോമ 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 വിട് 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 സോമ. वो डॉग इसके प्रोटेक्शन के എന്താ लिए മോനെ, നീ ആ മലാത്തി ഈ actor को भी मैं जानता ഇവിടെ വെറ്റി കിടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആന്റെ ഒറിജിനൽ ഊരും പേരും ഒന്നും എനിക്കറിയണ്ട. ഞാൻ ചോദിക്കുന്നുമില്ല. കുറേച്ചനെ തീർക്കാൻ 100 പേരുണ്ടെങ്കിൽ 100 വിധ കാരണങ്ങളും ഉണ്ടാവും. ഇവിടെ ഇപ്പൊ കോളടിക്കേണ്ട പോസ്റ്റ് ഒമ്മ. അപ്പൊ നമ്മൾ ഇതിലൊരു ടീമാ. അറിഞ്ഞതൊന്നും തൽക്കാലം ആരെയും അറിയിക്കണ്ടെന്ന് വെച്ചതും അതുകൊണ്ടാ. കഴിഞ്ഞ തവണ ഒരു സഹായം ചോദിച്ചപ്പോ നീ ഒക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇനി ചോദിക്കുമ്പോ പറയില്ല. ആ പറയില്ല. ആ പരനാറി കൊരിയം പെരുമ്പാവൂരും കോതമംഗലത്തൊന്നും ചെന്നില്ല. നിങ്ങളീ കാട്ടുകുന്നിൽ തന്നെ ഉണ്ടാവും. പോലീസുകാർ തപ്പിയെടുക്കുന്നതിന് മുന്നേ നമുക്ക് അവനെ കിട്ടണം. ഇല്ലെങ്കിൽ അവൻ കാശെറിഞ്ഞ് ഊരും. ഇനി ഊരിയില്ലെങ്കിലും ചിലപ്പോൾ ലക്ഷറി സെറ്റപ്പ് അവനെ അവിടെ കിട്ടും. നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരെ പ്രിയൂസേ. കാര്യം വരുമ്പോ അത് ഓർത്താ മതി. ये भी कैरेक्टर, अब इसका भी कैरेक्टर सस्पेंस में. अरे तो फिर कौन है ये पीयूष? ആ മോഹൻ മാത്രമേ നീ തന്നെ കാഴ്ചയാണോടാ? हैं? इसमें ये क्या क्या हो रहा है यार? कहा मैं इसको इनोसेंट समझ रहा था, तो क्या है क्या? ये क्यों करेगा बंदा? क्या दुश्मनी है? ये अच्छा इस सेल्फिश है वो बोलते लेकिन इसको क्यों मारा? किसने मारा? इसकी भी कोई बैक स्टोरी है. मेरे को लगता है बोले चल रहा है ना अपने प्रोटेक्शन के लिए तो नहीं किया है ये इसका घर है ഇത് കേടാ. താമസം നീളുമെങ്കിൽ പോത്തൻ. अच्छा गौतम का ये थोड़ा पहले का है क्या? वही होटल है ये तो. हाँ 203 में रहता है. उसको नंबर भी याद है उसने पूछा भी नहीं नंबर क्या है रूम का 203. देख देख देख, तो पहले से ही नजर रख रहा था इस पे. ओ उसके बाजू में रहता है वो उधर ही रहता है क्या इन्वेस्टिगेट कर रहा था फिर? या फिर क्या है बैक स्टोरी? इसके डॉग को भी इसने ही मारा है क्या शायद नहीं, वो भूख से मरी है डॉग. क्योंकि ये चला जाएगा तो फिर खाना देने के लिए कौन होगा? ये तो तो dog खरोच मदद करने लगा भी- था उसके बदन पे तो खरोच लगा था डॉग के तो जानवर भी खाए होंगे. ആരം കണ്ട തല കറങ്ങുന്ന ടൈപ്പാണെങ്കിൽ ഇങ്ങോട്ട് പോരണ്ട കേട്ടോ. ये इसका बाप निकला ചെന്നെടുത്താ ചെതറും. പിന്നെ പിറകി കൂട്ടാൻ മണ്ണരിക്കേണ്ടി വരും. ലോഡ്ജിൽ നിന്ന് തന്നെ ഒരു ട്രൈ ഞാൻ പ്രതീക്ഷിച്ചതാ. താൻ हैं? ഇരിക്കണോ? भाई एक कदम आगे. ओए बाप है ഇന്നലെ We need സാറേ. ഗുളി കഴിഞ്ഞ് വരുമ്പോ പുല്ല് ചാർന്നിരിക്കുന്നുണ്ട്. पीता नहीं है ഒറ്റയ്ക്ക് ഇത്രയും ചാൻസ് കിട്ടിയിട്ടും നീ ക്ഷമയോടെ മുന്നിൽ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് എന്നെ മാത്രം പോരാന്നാ. ഒരാളിലെ കൂടി कोरिया चल എത്താനുണ്ടല്ലേ? के ले आया है ये भी कोरिया चल के ले ही आया है എന്നെയും കുര്യച്ചനെ ഒരുമിച്ച് പണിയാൻ വരാൻ സാധ്യതയുള്ള കേസ് എന്ന് പറയുമ്പോ കുര്യത്തെയും കോവളത്തേനെ വരാൻ സ്കോപ്പില്ല. പിന്നുള്ളത് കോയമ്പത്തൂരുകാരാ. പക്ഷെ അതെല്ലാം കുര്യച്ചൻ തന്നെ കാശ് കെട്ടി തീർപ്പാക്കിയതാണല്ലോ. പിന്നെ ആ ചെങ്ങന്നൂരത്തെ മൃഗ ഡോക്ടറാ നാറി. അവരാണെങ്കിൽ ആക്സിഡന്റിൽ കാല് പോയപ്പോ തന്നെ പരാതിയും പുല്ലൊന്നും ഇല്ലെന്നായി. ഏത് കേസാടാ മോനെ ഇത്? ഞാനും കുര്യച്ചനും ഒരുമിച്ചുള്ള കാലത്തെ മറുപടിയാണെങ്കിൽ ഈ വരവ് നീ പണ്ടേ വരേണ്ടതായിരുന്നല്ലോ. ഒരാളെ മാത്രം കിട്ടിയോണ്ട് തീരില്ലല്ലോ. 1 വഴി അടുത്തവനെ കിട്ടുമെന്നറിയാം.
എടാ മോനെ അതൊക്കെ പണ്ട് तो फिर പണ്ട് इसने नहीं मारा ചങ്കും है? മങ്കും ആയിരുന്ന ടൈമില് 4-5 കൊല്ലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടാ ആ തന്തയിലെ പരനാറി ഈ മുങ്ങൽ മുങ്ങിയത്. അയാൾക്ക് ഒരാളെ ശത്രുവാക്കാൻ വലിയ ടൈമൊന്നും വേണ്ടെന്നേ. ആൾക്ക് വേണ്ട കാര്യങ്ങള് നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നമ്മൾ വിചാരിക്കും ചിന്തിച്ചെന്ന് തീരുമാനിച്ചൊക്കെ നമ്മളാകും. जो भी हो मेन मास्टरमाइंड तो कोरिया से नहीं है पूरा इसका. എവിടെയുണ്ട് ഗുരുജനിപ്പോ? നാടൊട്ടക്കും തെണ്ടി നോ ലക്ക്. ഇവിടുന്ന് തന്നെയാ തുടങ്ങിയത്. പണ്ടും ഒരു 10-20 കൊല്ലം മുമ്പാ ഇതുപോലെ ഒളിവിൽ പോവേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കുര്യച്ചന്. ഒരു ഫോറസ്റ്റ് ഓഫീസറെ പണിഞ്ഞ കേസ് നിന്ന നിപ്പില് മുങ്ങി. സെറ്റിൽമെന്റ് കഴിഞ്ഞ് കേസ് വാപ്പസ് അടിച്ച ശേഷം അച്ചായൻ പിന്നെ പൊങ്ങിയ. എത്ര ചോദിച്ചിട്ട് ഒളിച്ച സ്ഥലം ഏതാന്ന് അങ്ങേര് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഒരിക്കൽ പറഞ്ഞേ വിടൂന്ന് വട്ടം പിടിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി. പറയിപ്പിച്ചു. ഈ കാണുന്ന മലമടുക്കിലോ കാട്ടിലോ എവിടെ ഒരു പൊത്ത് എന്ന് വെച്ചാൽ ഒരു പാറ എടുക്കും, ഗുഹയൊക്കെ പോലെ. കുടിക്കാൻ ഉള്ളിൽ തന്നെ 24 hours റണ്ണിങ് നീരുറവ. പുറത്ത് കാവലിനും കാട്ടിൽ നിന്ന് പഴം പറിച്ച് കൊണ്ടു കൊടുക്കാനും ട്രെയിനിങ് കൊടുത്ത നായ്ക്കള്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ഒരു കുഞ്ഞു പോലും അറിയാതെ ജീവിക്കാനുള്ള സെറ്റപ്പ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടത്രേ. എന്റെ ചോദ്യത്തിൽ നൂരാൻ ഒരു ഫാന്റസി കഥ അടിച്ചു വിട്ടതായിട്ട് ഞാനെന്ന് എടുത്തിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഇത്രയും കാലം അറിഞ്ഞപ്പോ അയാൾ ആ പറഞ്ഞതിൽ വല്ല സത്യവും കാണുമെന്ന് തോന്നാൻ തുടങ്ങി. और ये उसको पता है पहाड़ों के ऊपर. നീ ഞാൻ കൊണ്ടുവന്ന പട്ടിയെ കണ്ടില്ലേ? തൊട്ടാ പൊള്ളാനും മാത്രം ഹീറ്റിലുള്ളതാ. ഇവിടെ കേട്ടിട്ട് ഇത്രയും ദിവസമായി മണപ്പിക്കാൻ പോലും ഒരു വായ നോക്കി പട്ടി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഏത് പട്ടിക്കും തപസിരിക്കുന്നതിനൊരു കാലപരിധി ഉണ്ടല്ലോ. ആ പരിധിക്ക് അപ്പുറം ഇവിടുത്തെ നായ്ക്കൾ അടുക്കുന്നില്ലെങ്കിൽ വഴി തെറ്റാണ്ട് പിടിച്ചു നിർത്താൻ ഇപ്പോഴും ഒരു മാസ്റ്ററുടെ കമാൻഡ് ഉണ്ടല്ലോ. അത് തന്നെയാ കുര്യച്ചന് ഇവിടെ ഉണ്ടാവുന്നുള്ളതിന് തെളിവ്. इसलिए मार देता है, इंफॉर्मेशन लेके भागता है. क्या कर रहा है भाई? भाईचारा बनाने के लिए आया है कि क्या करने आया है? कि फिर कौन मारा है इसको? मेरे को नहीं लगता. 1500 ഏക്കർ എസ്റ്റേറ്റ്. അവിടെ പട്ടികളുടെ ഒരു അടിമപ്പട്ടാളം. നടുക്ക് പട്ടാള മേധാവിയെ പോലെ അങ്ങേരും. കഞ്ചാവ് മൂത്ത് കഴിയുമ്പോഴുള്ള കുര്യച്ചന്റെ ഡ്രീമാ. ലക്ഷണം കണ്ടിട്ട് അയാൾ ഏതാണ്ട് ये सब സാധിച്ചിടത്തോളം है ना वो उसके लिए कर रहा है, मलाती के लिए कर മലയുടെ रहा അപ്പുറം ആൾ താമസമുള്ള സ്ഥലമല്ലേ? മലയുടെ പാതിക്ക് വെച്ച് തന്നെ ബ്രഹ്മഗിരി റിസർവ് ഫോറസ്റ്റ് തുടങ്ങും. പിന്നെ അങ്ങോട്ട് കർണാടക ആൾ താമസമൊന്നുമില്ല. മാത്രല്ലേ ഏത് മലയുടെ ഏത് മൂലാന്ന് വെച്ച് കയറി തപ്പാനാ? മൊത്തം മലകളും है. മൂലകളും उसने कुछ അല്ലേ? मिलाया था. മണ്ടേ താമസിക്കുന്ന ആ മലാത്തി പെണ്ണുമ്പിള്ളി അച്ചായനിടയ്ക്ക് വന്ന് കാണാറുണ്ടെന്നാ എന്റെ വിശ്വാസം. പക്ഷെ അവിടെ ചെന്ന് പോക്കാൻ നമുക്കാവില്ല. നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് നായ്ക്കൾ അച്ചായന് വിവരം കൊടുക്കും. അയാള് വീണ്ടും വിളിക്കും. കുര്യച്ചനെ ഒറ്റയ്ക്ക് വീഴ്ത്താൻ പറ്റുന്നു നീ കരുതണ്ട. പക്ഷെ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ നടക്കും. നമ്മൾ തമ്മിലുള്ളത് അത് കഴിഞ്ഞിട്ടാവുന്നല്ലേ നല്ലത്. सब यार इससे सलाहबंदी करने के लिए सेटलमेंट करने आ रहे हैं. कौन है यार ये? डॉगी आ रहे क्या? डॉग आ रहे. इसने भी अच्छी ब्रीड लिया है, ये वाइट डॉग. क्या है ये? फ्लेयर गन? पिस्टल लग रही है. Binoculars. गन है, नॉर्मल गन लग रही है, पिस्टल लग रही है. पीछे उसको डॉग्स ने मारा होगा विनीत को, आई थिंक. तो वो लड़के को क्यों छोड़ दिया? वो डॉग्स ट्रेंड है. वो संदीप को कुछ नहीं करेंगे.
देखा वो सारे डॉगी ट्रेंड है